ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രൈബർ എന്നോട് ചെയ്യുവാൻ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ അത് ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കമൻസുകളൊക്കെ വരണം കേട്ടോ. അപ്പോൾ നീലെങ്ങനെയാണ് ഗ്രോത്ത് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ കാലിൽ വളർത്താനാണെങ്കിലും കയ്യിൽ വളർത്താനാണെങ്കിലും എന്താണ് എപ്പോഴും നീറ്റാക്കി വയ്ക്കുക. നീറ്റാക്കി വയ്ക്കുക എന്ന് വെച്ചാൽ നെയിൽ പോളിഷൊക്കെ അടിച്ച് ഭംഗിക്ക് കൊണ്ട് നടക്കാമെന്നല്ല, ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് ഭയങ്കര ക്ലീൻ ആക്കിയിട്ട് വയ്ക്കുക. അഴുക്കൊന്നും ഇല്ലാണ്ട്, നെയിലൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിക്കുമല്ലോ, അതൊന്നും ഇല്ലാണ്ട് ക്ലീൻ ആക്കി വയ്ക്കുക കേട്ടോ. പിന്നെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് വെച്ചാൽ, കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, 1-2 ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ നെയിൽസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക. അത് അടിപൊളിയാണ്. ഇതേ സെയിം തന്നെ നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, അതും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാൻ വളരെ അടിപൊളിയാണ് കേട്ടോ. നെയിലൊക്കെ ഗ്രോത്ത് വയ്ക്കാനും കട്ടി വയ്ക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെ അങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് നമ്മൾ പ്രസ് ചെയ്ത് തള്ളി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നഖത്തിന് വളരാനായിട്ടുള്ള ഒരു ഉന്മേഷം കിട്ടും എന്നൊക്കെയാണ്. അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആ സംഭവം ഇങ്ങനെ ഒരു വെള്ളപ്പാട പോലെ ഇങ്ങനെ വരില്ലേ, അത് നമ്മൾ ഉള്ളിലോട്ട് അങ്ങോട്ട് തള്ളി പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പുറമെ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലോട്ടും നല്ല നല്ല ഫുഡുകൾ കഴിക്കണം. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കണം കേട്ടോ, ഫുൾ ബോഡി. അത് അടിപൊളിയാണ്. അത് എല്ലാത്തിനും നല്ലതാണല്ലോ. നമ്മൾ നല്ല നല്ല ഫുഡുകളൊക്കെ കഴിച്ചാലാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ പുറമെ ഓരോന്നും ചെയ്തിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നെയിൽ വളരാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. വാഴപ്പഴത്തിലും അതേപോലെ തന്നെ അവക്കാഡോ ഒക്കെ ബയോട്ടിൻ അടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുക. പിന്നെ എപ്പോഴും മോയ്സ്ചറാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത്രയുള്ള എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ.